തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരണപരമായ പരിഷ്കാരം നടപ്പാക്കുകയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ഈ വർഷത്തെ ബജറ്റ് രൂപീകരണത്തിൽ അടക്കം പരിഷ്കാരം നടപ്പാക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരണപരമായ പരിഷ്കാരം നടപ്പാക്കുകയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത് ഒരു മാനേജ്മെന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ഥാപനം മുമ്പോട്ട് പോകുന്നത് എപ്പോഴാണ്? ആ സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരും ഏറ്റവും താഴെ ഇരിക്കുന്നവർക്കും ഒരു എംപവർമെൻ്റ്, അവർക്ക് കഴിവുണ്ട്, ഇതെല്ലാം സാധിക്കും എന്ന ഒരു വിചാരം ഒരു സ്ഥാപനത്തിൽ എപ്പോഴുണ്ടാകുമോ അപ്പോൾ മാത്രമേ ആ സ്ഥാപനം മുമ്പോട്ട് പോകൂ. എന്നാൽ ഒന്നും സാധിക്കുകയില്ല എന്ന് മുകളിലുള്ളവർ മുതൽ താഴെയുള്ളവരെ വിചാരിക്കുകയാണ് എങ്കിൽ ആ സ്ഥാപനം നിന്നിടത്ത് നിൽക്കുകയുള്ളൂ. പവർലെസ്നെസ്, എല്ലാവരും പവർലെസ്സാണ്. ഇപ്പോൾ ഈ പ്രസിഡന്റിൻ്റെ സ്വരത്തിലും പവർലെസ്നെസ് ആണല്ലോ വരുന്നത്. ഏറ്റവും താഴത്തെ ഒരു ജീവനക്കാരനോ എന്താ സാർ ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുള്ളൂ സാർ, ഒന്നും നടക്കില്ല. എന്തുകൊണ്ട് ഈ പവർലെസ്നെസ്സിൻ്റെ സോഴ്സ് എന്താണ് എല്ലാവർക്കും നിസ്സഹായത തോന്നുന്ന കാരണം എന്താണ്? പണമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ തന്നെ സ്വയം കയറ് വാങ്ങിച്ച് കയറ് കൊണ്ട് കെട്ടി വരിഞ്ഞ് നീടെ ഒന്ന് കെട്ടിത്താ, എനിക്ക് അനങ്ങാത്ത മട്ടിലൊന്ന് കെട്ടിയിട്ടേക്കണം എന്ന് പറഞ്ഞ് കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ സ്വയം സംജാതമായ ഒരു സ്ഥാപനമാണ് ഇന്ന് ദിവസം. ആര് കെട്ടിയെന്ന് എനിക്കറിഞ്ഞൂടാ, ഞങ്ങളാരും കെട്ടിയില്ല. ആർക്കും ഒന്നും ചെയ്യാൻ അധികാരമില്ല എന്നൊരു തോന്നലാണ്. അത് തോന്നലാണെന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായ പരിഷ്കാരങ്ങൾ എന്നുള്ളത് ഒരു വലിയ അധ്യായമാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിസ്സഹായ അവസ്ഥ ഭാവിക്കുന്ന ഒരു സ്ഥാപനം ജീർണിക്കുന്നതിൽ തെറ്റില്ല. എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാനുള്ള അവകാശവും അവസരവും ഉണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തലാണ് ഇപ്പോൾ എൻ്റെ പണി. ഈ വർഷത്തെ ബജറ്റ് രൂപീകരണത്തിലടക്കം പരിഷ്കാരം നടപ്പാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ എല്ലാവർക്കും നിസ്സഹായാവസ്ഥയുണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. പണമുണ്ടായിട്ടും പ്രവൃത്തികൾ നടപ്പാക്കാത്തതിന് ഈ ബോധ്യം തടസ്സമായി നിൽക്കുകയാണ്. ഈ കാര്യത്തിൽ മാറ്റം വരുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും കെ ജയകുമാർ പറഞ്ഞു. മുൻഗണന നിശ്ചയിച്ച് പ്രവൃത്തികൾ നടപ്പാക്കും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന സ്ഥിതി ഒഴിവാക്കിയിട്ടുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് തീർത്ഥാടനം പുനഃസംവിധാനം ചെയ്യുകയാണ്. ശബരിമലയെ സംബന്ധിച്ച് തീർത്ഥാടനത്തിന്റെ പുനഃസംവിധാനം നടപ്പാക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ മോശം പ്രതിച്ഛായയിൽ നിന്നും മാറ്റം വരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡിനെ പരിഷ്കരിക്കുക എന്നത് ഭഗീരഥ പ്രയത്നമാണെന്നും കെ ജയകുമാർ പറഞ്ഞു. 1100 കോടി രൂപയുടെ വരുമാനമാണ് ദേവസ്വം ബോർഡിന് വർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ 600 കോടിയോളം രൂപ ശമ്പള ഇനത്തിൽ മാറ്റിയാലും നല്ലൊരു തുക ബാക്കിയുണ്ട്. എന്നാൽ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ പണമല്ല തടസ്സം, ജീവനക്കാർക്ക് അടക്കം തോന്നുന്ന അനാവശ്യമായൊരു നിസ്സഹായാവസ്ഥയാണ് പ്രധാന പോരായ്മയെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.